പവൻ സെക്യൂർ പുരസ്കാര സമർപ്പണം, മതമില്ലാത്ത ജീവൻ അവാർഡ് സമർപ്പണം, അനുസ്മരണ സമ്മേളനം, അനുസ്മരണ പ്രഭാഷണം തുടങ്ങിയവയായി ഈ പരിപാടി തുടങ്ങുകയാണ്. ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ഹാളിലേക്ക് കയറിയിരിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ ഇവിടെ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്ന ശ്രീ ഇരിങ്ങ കൃഷ്ണമാഷ്, സന്തോഷ് മാനവം, കെങ്ങൻ അഴീക്കോട്, ഡോക്ടർ പി കെ ഗോപൻ, കുരിയപ്പുഴ ശ്രീകുമാർ, സി ചന്ദ്രബാബു, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ധനുവച്ചോര സുകുമാരൻ, പാർവതി പവനൻ, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, ടി കെ ശക്തിധരൻ, പി രാധാകൃഷ്ണൻ മാസ്റ്റർ, ഇ ഡി ദേവസ്, സി ഡി എസ് എലിസബത്ത്, എ ആർ സതീഷ് തുടങ്ങിയവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മതമില്ലാത്ത ജീവൻ അവാർഡ് ജേതാക്കളായുള്ള കുട്ടികൾ ഫ്രണ്ട് നിരയിൽ അവർക്കായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ സീറ്റിൽ വന്ന് ഇരിക്കണം. നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. അതിന് ആദ്യമായി സ്വാഗതം ആശംസിക്കാൻ ജനറൽ സെക്രട്ടറി സന്തോഷ് മാധവത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തനവുമൊക്കെ ആയിരുന്ന സഖാവ് പവനൻ്റെ അനുസ്മരണ യോഗമാണ് പവനപർവം എന്ന പേരിൽ കേരള യുക്തിവാദി സംഘം കഴിഞ്ഞ 20 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗ നടപടികളാണ് ആരംഭിക്കുന്നത്. പവനൻ പേരുപോലെ തന്നെ മന്ദമാരുതനായിരുന്നില്ല. പവനൊരു കൊടുങ്കാറ്റായിട്ട് കേരളത്തിൽ ആഞ്ഞു വീശിയ ഒരു മനുഷ്യനായിരുന്നു. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ട് ജീവിതം തുടങ്ങി. പിന്നീട് സഹകരണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി. ശേഷം ദേശാഭിമാനി പത്രത്തിലും മറ്റ് പത്ര മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ചു. സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് നിരവധി വർഷം പ്രവർത്തിച്ചു. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സഖാവ് പവനൻ. സമൂഹത്തിലെ ഏത് അഴിമതിക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയും ഒക്കെ തൻ്റെയോടൊപ്പം ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കൂ എന്നത് മാറിക്കൊണ്ട് ഒറ്റയാനായി നിന്നുകൊണ്ട് പോരാടിയ കേരളത്തിൻ്റെ സാംസ്കാരിക നായകനാണ് സഖാവ് പവനൻ. ഈ തൃശ്ശൂർ ജില്ലയിൽ സഖാവ് പവനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സഖാവ് പവനൻ ഈ സാഹിത്യ അക്കാദമിയിൽ തന്നെ നിരവധി വർഷം ഇതിൻ്റെ സെക്രട്ടറിയായിട്ടിരുന്ന പവനൻ പിന്നീട് ഈ സാഹിത്യ അക്കാദമിയിൽ വിദ്യാർത്ഥികളെ എഴുത്തിനിരുത്ത് പരിപാടിക്ക് ആ പരിപാടി ശരിയല്ല, അത് അന്ധവിശ്വാസപരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹിത്യ അക്കാദമിയുടെ വാതിൽക്കൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയ വ്യക്തി കൂടിയാണ് സഖാവ് പവനൻ. അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മേഖലകളിലും അടിച്ചമർത്തപ്പെടുന്ന എല്ലാ ആളുകളുടെയും കൂടെ ഒപ്പം സഖാവ് പവനൻ എന്നും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും സഖാവ് പവനൻ. സമൂഹത്തിൽ എന്ത് വിഷയമുണ്ടോ ആ വിഷയത്തിനൊക്കെ തന്നെ അതാത് സമയങ്ങളിൽ പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് സഖാവ് പവനൻ എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ആ സഖാവ് പവനാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി നിരവധി കാലം, വർഷങ്ങളോളം ഇതിൻ്റെ യുക്തിവാദി സംഘത്തിൻ്റെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പര്യായം എന്നുള്ള നിലയിൽ തന്നെ സഖാവ് പവനൻ ആയിരുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെമ്പാടും പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് സഖാവ് പവനൻ. ആ സഖാവ് പവനൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 20 വർഷം തികയുകയാണ്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിൻ്റെ 100ാം ജന്മശതാബ്ദി വാർഷികം. ഈ ഹാളിൽ തന്നെയാണ് ആചരിച്ചത്, പരിപാടികൾ നടത്തിയത്. ഈ പവനപർവം പരിപാടി നിരവധി വർഷങ്ങളായി ഈ പരിപാടി ഇതിനോടൊപ്പം തന്നെ മതമില്ലാത്ത ജീവൻ അവാർഡ് കുട്ടികൾക്ക്, അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ജാതിയും മതവും ചേർക്കാത്ത കുട്ടികളെ കൂടി അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ മതമില്ലാത്ത ജീവൻ കുട്ടികളെ, ആ കുട്ടികളുടെ രക്ഷാകർത്താക്കളാണ് യഥാർത്ഥത്തിൽ ആദരവ് അർഹിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം
5 വയസ്സുള്ള കുട്ടിക്ക് അറിയില്ലല്ലോ തൻ്റെ പേരിനോടൊപ്പം ജാതിയും മതവും എഴുതുന്നതിനെ സംബന്ധിച്ച്. അങ്ങനെ ആ 5 വയസ്സുകാരനെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ജാതിയും മതവും വേണ്ട, അവൻ സമൂഹത്തിൽ മനുഷ്യനായിട്ട് തന്നെ വളരണമെന്ന ചിന്ത അവരുടെ രക്ഷകർത്താക്കൾക്കാണ്. അപ്പോൾ തീർച്ചയായും ഈ കുട്ടികളിലൂടെ ആദരിക്കുന്നത് അവരുടെ രക്ഷകർത്താക്കൾ തന്നെയാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരം രക്ഷകർത്താക്കൾ അങ്ങനെ ആ അർത്ഥത്തിൽ 16 കുട്ടികളാണ് ഇന്ന് ഇവിടെ ഈ അനുമോദനത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ജാതിയും മതവും രേഖപ്പെടുത്താതെ സ്കൂളുകളിൽ ചേരുന്നുണ്ട്. വർഷാവർഷത്തെ കണക്കെടുക്കുമ്പോൾ അറിയാം ഒരുപാട് കുട്ടികളാണ്. അവരൊന്നും പ്രത്യേകിച്ചൊരു സംഘടനയിലോ ഒന്നുകിൽ യുക്തിവാദി സംഘത്തിലോ അല്ലെങ്കിൽ മറ്റു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലോ ഒന്നുമുള്ള ആളുകളില്ല. പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള ധാരാളം ആളുകൾ അവരുടെ മക്കളെ ജാതിയും മതവും ചേർക്കാതെ സ്കൂളിൽ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇരിങ്ങൽ കൃഷ്ണമാഷാണ്. മാഷിനെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റിരുന്നത് നമ്മുടെ മുൻ സ്പീക്കറും ഇപ്പോൾ MP ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒരു അസൗകര്യം വന്നുകൊണ്ട് വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഖേദപൂർവ്വം അറിയിക്കുകയാണ്. ഇനി ശ്രീ രാധാകൃഷ്ണൻ്റെ അഭാവത്തിൽ മറ്റൊരു പരിപാടിയുടെ ഭാഗമാണെങ്കിലും ഇനി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാരം വിതരണം ചെയ്യാൻ ഏറ്റത് നമ്മുടെ മുൻ റവന്യൂ മന്ത്രിയായിട്ടുള്ള സഖാവ് KP രാജേന്ദ്രനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് ധാത്രി ടീച്ചറാണ്. ആ ടീച്ചറെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പവനെ സംബന്ധിച്ചൊരു സ്മരണ അവതരിപ്പിക്കുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഗംഗമാഷാണ്. ഗംഗമാഷിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പവനൻ അനുസ്മരണ പ്രഭാഷണം 13ൻ്റെ മഹത്വവും മലയാളിയുടെ സാംസ്കാരിക ബോധവും. 13 എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് വലിയ ഒരു ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. എല്ലാ കാലങ്ങളിലും നമ്മുടെ മന്ത്രിസഭ അധികാരത്തിലേക്കുന്ന സമയത്ത് ഒരു വലിയ ചർച്ചയാവുന്ന നമ്പറാണ് 13 എന്നുള്ളത്. അതിനെ സംബന്ധിച്ചാണ് 13ൻ്റെ മഹത്വവും മലയാളിയുടെ സാംസ്കാരിക ബോധവും എന്ന വിഷയത്തിലാണ് ഇന്ന് പവനൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ PK ഗോപനാണ്. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണ് ഡോക്ടർ PK ഗോപൻ. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ കൊല്ലം ജില്ലയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഡോക്ടർ PK ഗോപൻ. ഗോപനെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി പവനൻ സെക്യുലർ അവാർഡിന് അർഹതപ്പെട്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാറാണ്. കുരീപ്പുഴ ശ്രീകുമാറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് കേരളത്തിൽ മതേതരത്വത്തിനും യുക്തിബോധത്തിനും ശാസ്ത്രബോധത്തിനും ഒക്കെ തന്നെ തൻ്റെ എഴുത്തിലൂടെയും വാക്കുകളിലൂടെയും വരികളിലൂടെയും ഒക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാർ. അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടുകൂടിയാണ്. എവിടെയും അദ്ദേഹത്തെ സംഘപരിവാറിൻ്റെ ആളുകൾ വേട്ടയാടുകയാണ്. ഈ അടുത്ത കാലത്താണ് പത്തനംതിട്ടയിൽ ഒരു യോഗത്തിൽ വെച്ചും സംഘപരിവാറിൻ്റെ ആളുകൾ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ വിഷയമുണ്ടാക്കിയതൊക്കെ തന്നെ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാറിനെ ഇന്ന് വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രശസ്തി പത്രം വായിക്കുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ C ചന്ദ്രബാബുവാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ധനുവച്ചേറും സുകുമാരനാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി വിശിഷ്ടാതിഥിയായിട്ടിവിടെ പങ്കെടുക്കേണ്ടത് ബേബി ചേച്ചി എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന പാർവതി ഭവനാണ്. ബേബി ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്. ഇതിൻ്റെ ഇഷ്ടം സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യമില്ല എന്നാണ് ശ്രീരേഖ പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടേണ്ടി വരും കൊണ്ടുവന്നാലെന്ന് പറഞ്ഞു. തീർച്ചയായും അദൃശ്യത്തിലായാലും ഇവിടെ സാന്നിധ്യം ഭൗതികമായിട്ടില്ലെങ്കിൽ പോലും ബേബി ചേച്ചിയുടെ സാന്നിധ്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ബേബി ചേച്ചിയെ വീട്ടിലിരിക്കുന്ന ബേബി ചേച്ചിയാണെങ്കിൽ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മതമില്ലാത്ത ജീവൻ അവാർഡ് സമർപ്പണം നടത്തുന്നത്, അതുപോലെ തന്നെ ഈ പ്രശസ്തി പത്രം, ഈ നമ്മുടെ അവാർഡ് ജേതാവിൻ്റെ പ്രശസ്തി പത്രം സമർപ്പണം നടത്തുന്നത് നമ്മൾ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. യുക്തിവാദി സംഘത്തിൻ്റെ സഹചാരി കൂടിയാണ് അദ്ദേഹം. കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. എഴുത്തുകാരനും വാഗ്മിയും കൂടിയായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ TK ശക്തിധരനാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു മുഖ്യാതിഥിയായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം, മതമില്ലാത്ത ജീവൻ പാഠഭാഗം കേരളത്തിൽ വളരെ വെച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ്. ആ പാഠപുസ്തകം ഇറങ്ങിയ കാലത്ത് ഇവിടെ വേതാളന്മാർ വലിയ വിഷയമുണ്ടാക്കിയ ആ പുസ്തകത്തിൻ്റെ ആ പാഠപുസ്തക കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു P. രാധാകൃഷ്ണൻ മാസ്റ്റർ. രാധാകൃഷ്ണൻ മാസ്റ്റർ ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മാസ്റ്ററെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് E.D. ഡേവിസ്, അതുപോലെ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CS എലിസബത്ത്, സംസ്ഥാന ട്രഷറർ ശിവനാട് ഗോപൻ, അതുപോലെ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ AK അശോക് കുമാർ, S. അഭിലാഷ്, S. സുധി, യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ അമരക്കാരൻ സജ്ജൻ കാക്കനാട്, യുക്തിവാദി സംഘത്തിൻ്റെ ഈ യോഗത്തിന് നന്ദി പറയുന്ന യുക്തിവാദി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി AR സതീഷ്, യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എഴുത്തുകാരനും സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയും മിശ്രവിഭാഗ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള രാജഗോപാൽ വാഗത്താനം അടക്കം ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ഖേദപൂർവ്വം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പവനൻ്റെ കുടുംബം ബേബി ചേച്ചി ഇല്ലെങ്കിലും ശ്രീരേഖയും അദ്ദേഹത്തിൻ്റെ മകൻ പത്രപ്രവർത്തകനായിട്ടുള്ള CP സുരേന്ദ്രൻ്റെ മകനടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും ഈ പരിപാടിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഇതിൻ്റെ അധ്യക്ഷനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ഏറ്റവും മഹനീയമായ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ പ്രിയങ്കരെ, പവനൻ്റെ മരണശേഷം ആദ്യമായി ഇറങ്ങിയ ഒരു മാസികയിൽ പ്രസംഗം കൊണ്ട് കൊടുങ്കാറ്റ് ഉണ്ടാക്കുന്ന സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സദാഗതിയായ പവനൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ആദ്യകാലത്ത് സദാഗതിയായ പവനൻ അല്ല എങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് തൻ്റെ ജീവിതം തീർത്തത് എന്ന് പറയാം. തലശ്ശേരിയിലെ വയലിടത്ത് ജനിച്ച ശേഷം പിന്നെ അദ്ദേഹം വിശ്രമമില്ലാതെ വിദ്യാഭ്യാസവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും, അതിനപ്പുറത്ത് ഇറാൻ, ഇറാഖ്, വടക്കു കിഴക്കൻ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും തൻ്റെ അനുഭവ സമ്പത്ത് മുഴുവൻ 40-ലേറെ ഉള്ള പുസ്തകങ്ങളിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പവനൻ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ്, അതുമാത്രമല്ല സാമൂഹ്യ ജീവിതത്തിൻ്റെ പൊരുളുകൾ അവസരം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞു തന്ന ഒരു മഹാമനുഷ്യനാണ്. ആദ്യത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കേരള യുക്തിവാദി സംഘത്തിലേക്ക് നിങ്ങൾ വരുന്നു എങ്കിൽ ഒരു പ്രത്യേക കാര്യം ഓർമ്മിച്ചിരിക്കണം. അതായത് ഇതൊരു ധനാഗമന മാർഗമുള്ള സംഘടനയല്ല. സ്വന്തം ജീവിതം അർപ്പിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ സംഘടനയിൽ വന്നാൽ മതി എന്ന് ഭംഗ്യന്തരേണ അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ ഈ മഹത്തായ സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വാക്കുകൾ ശിരസ വഹിക്കുവാനുള്ള ദാർഢ്യത ഞങ്ങൾക്കൊക്കെ തന്നത്
പവനനാണ്. അദ്ദേഹം ബഹുജീവിതങ്ങൾ നയിച്ച മനുഷ്യനാണ്. ബഹുജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസാനന്തരം അദ്ദേഹം മിലിറ്ററി വിഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്നാണ് തൻ്റെ ഉപരിപഠനം 3 വർഷത്തോളം തൻ്റെ ഉപരിപഠനം നിർവഹിച്ചത്. അതിനുശേഷം നാട്ടിൽ വന്ന് സഹകരണ പ്രസ്ഥാനത്തിൽ വന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ച് മദ്രാശിയിലേക്ക് പോയി അനേകം മാസികകളിലും അതേപോലെ തന്നെ പത്രപ്രവർത്തനത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ഉണ്ടായത്. ജയകേരളം പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ മാസികയുടെ പത്രാധിപരാവുകയും അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്ന് പത്രപ്രവർത്തന രംഗത്ത് തൻ്റെ സാന്നിധ്യം ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ പൂർവ വിദ്യാഭ്യാസം പത്രപ്രവർത്തനത്തിൽ പൂർവകാല പാരമ്പര്യമൊന്നും ഇല്ലാതിരുന്ന പവനൻ തൻ്റേതായ ശൈലിയിൽ താൻ കണ്ട ജീവിതം, താൻ അനുഭവിച്ച ജീവിതം, അതേപോലെ തന്നെ ഈ ഏതേത് സന്ദർഭങ്ങളിൽ ഏതേത് രീതിയിൽ തൻ്റെ പത്രപ്രവർത്തന ശൈലി ഉരുത്തിരിയിക്കണം എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. തൻ്റെ അനുഭവങ്ങളുടെ സംഗീതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു തമാശയല്ല, ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. പാലക്കാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ EMS വരുന്ന ഒരു യോഗത്തിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ അദ്ദേഹം പാലക്കാട് ഒരു ട്യൂട്ടോറിയലിൽ താമസിച്ചുകൊണ്ട് തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിച്ച MT വാസുദേവൻ നായർ, നമ്മൾ പിൽക്കാലത്ത് ആരാധനയോടുകൂടി കണ്ട MT വാസുദേവൻ നായർ. വാസുദേവൻ നായർക്ക് പവനൻ എന്ന് പറയുന്നത് കേട്ടുകേൾവിയേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ആ ട്യൂട്ടോറിയൽ എത്തിയപ്പോൾ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ MTയോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു പേക്ക് സിഗരറ്റ് വാങ്ങിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുകയാണ്. MT ഒന്ന് അമ്പരന്നു. എന്നെ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ ആര് എന്ന ചോദ്യത്തോട് ചോദ്യരൂപത്തിൽ അദ്ദേഹത്തെ നോക്കിയപ്പോൾ പോയി വേഗത്തിൽ വാ, എനിക്ക് പത്രം റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ MT സിഗരറ്റ് വാങ്ങിക്കൊണ്ടുവരികയും അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്ത ഒരു വസ്തുത MT തന്നെ തൻ്റെ അവതാരികയിൽ സൂചിപ്പിച്ചത് ഓർമ്മിക്കാം. അതാണ് പവനൻ. അദ്ദേഹത്തിന് സമശീർഷരായിട്ടുള്ള എല്ലാ ആളുകളും ചെറുപ്പം വലുപ്പമില്ലാതെ സമശീർഷരായിട്ടാണ് എല്ലാവരെയും കണ്ടിരുന്നത്. അതുപോലെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെയും അദ്ദേഹം കണ്ടത് സമാനമായ അല്ലെങ്കിൽ സമദർശനത്തിൻ്റെ ഒരു ഭാഷയിലൂടെയാണ്. ഏതായാലും അതേക്കുറിച്ച് പവനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒരു മഹാപുരുഷൻ്റെ പിൻഗാമിയായിട്ട് ഇവിടെ നിൽക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നതിൽ ആഹ്ലാദിക്കുകയാണ്. പവനൻ്റെ ചിന്തയും ജീവിതവും എല്ലാം സമർപ്പിച്ചത് യുക്തിവാദത്തിനും ശാസ്ത്രബോധത്തിനും വേണ്ടിയിട്ടാണ്. അദ്ദേഹം വിചാരിച്ചിരുന്നുവെങ്കിൽ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പദവിയിൽ എത്തുമായിരുന്നു. അത് പാർവതി ചേച്ചിയും മക്കളും ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ച് അവിടെ പോയപ്പോൾ സൂചിപ്പിച്ചത് ഇത്തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞു, വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപാട് ആളുകളെ കിട്ടും, എന്നാൽ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ആളുകൾ കുറഞ്ഞ ആ പ്രസ്ഥാനത്തിൻ്റെ തേര് തെളിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് മരണം വരെ അദ്ദേഹം അത് സാധിക്കുകയുമുണ്ടായി. തനിക്ക് ബോധ്യമുള്ള വിഷയങ്ങൾ എന്തായാലും ആ വിഷയങ്ങളെക്കുറിച്ച് സവിസ്തരം അദ്ദേഹം പറയുമായിരുന്നു. കേരളത്തിൻ്റെ
രണ്ട് ആചാര്യന്മാർ, ഈ സഖാവ് EMS-ഉം അതേപോലെ തന്നെ സഖാവ് പവനനും തമ്മിൽ ഉള്ള വാക്തർക്കം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ നടന്ന ഒരു വസ്തുത EMS-നെ നേർത്ത് ഒന്ന് വിമർശിച്ചുകൊണ്ട്, എന്നാൽ യുക്തിവാദത്തിൻ്റെ സമരമുഖങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു യുക്തിവാദി എന്ന് കാണിച്ചുകൊണ്ട് യുക്തിരേഖയിൽ അദ്ദേഹം എഴുതിയപ്പോൾ അതിനു എത്രയോ മുമ്പേ നടന്ന ഒരു മത്സരത്തെക്കുറിച്ച്, സാഹിത്യരംഗത്ത് നടന്ന ദ്വിതീയ അക്ഷരപ്രാസ സംഘർഷങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ആലോചിച്ചിരുന്നത്. അതായത് ഏറ്റവും ബോധ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള തത്വശാസ്ത്രം തന്നെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ഈ കേരള യുക്തിവാദി സംഘത്തിന് ഐഡന്റിറ്റി ഉണ്ടാക്കുവാൻ അദ്ദേഹം 1983 സ്ഥാപിച്ച യുക്തിരേഖയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുകയും അത് ഭംഗിയിൽ നടത്തുകയും ചെയ്തു. ആ വർഷങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സ്വന്തം ജീവിതം തന്നെ സമരോത്സുകമാക്കി തീർത്തത് നമുക്കറിയാവുന്നതാണ്. വിലക്കയറ്റത്തിനെതിരെ തൃശ്ശൂരിൻ്റെ നഗരപ്രാന്തത്തിലൂടെ അദ്ദേഹം ഒറ്റയ്ക്ക് നയിച്ച സമരം ഏറ്റവും മുമ്പേ പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിമിതികൾ ഏറെയുള്ള ഒരു വേദിയിലാണ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകനായി വരുന്നതിൻ്റെ ആദ്യപടി പവനനെ കണ്ടപ്പോൾ ഞാനും പവനനും തമ്മിൽ നടന്ന ഒരു സംഭവം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതാണ്. ഞങ്ങൾ സംഘടനയുടെ ഉത്തരമേഖല വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു കൊയിലാണ്ടിയിൽ വെച്ച്. അന്ന് വേദിയിലിരിക്കുന്ന കലാനാഥൻ മാസ്റ്റർ തൊട്ടടുത്ത് പവനൻ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് EV ഉസ്മാൻ കോയ തുടങ്ങിയ ആളുകൾ ഇരിക്കുമ്പോൾ ഇരിങ്ങൽ എന്ന പ്രദേശത്തേക്ക് കലാനാഥനെ കിട്ടുവാൻ വേണ്ടി ഞാൻ വേദിയിൽ കയറി ദിവസം അവസരം ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ കലാനാഥൻ എനിക്ക് അവസരം തന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ഈ പരിഭ്രമവും എൻ്റെ അപ്പോഴത്തെ ആവേശം കണ്ടപ്പോൾ പവനൻ പറയുകയുണ്ടായി, തൻ്റെ ഭാവം കണ്ടാൽ ഒരു വൻ മത്സ്യത്തെ കിട്ടിയ ഒരു മുക്കുവൻ്റേതുപോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ തിരിച്ചടിച്ചു. അങ്ങ് പറഞ്ഞ മുക്കുവൻ എന്ന് പറയുന്ന സ്വരത്തിലെ എന്തോ അവജ്ഞയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഹഗ് ചെയ്തുകൊണ്ട്, നീ പയ്യനാണ്, ഞാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു, എങ്കിലും അവിടെ നിന്ന് നീ പ്രസ്ഥാനത്തിലേക്ക് വരണം, പ്രസ്ഥാനത്തിൻ്റെ ഒരു അസറ്റായി മാറണം എന്ന് പറഞ്ഞതോടുകൂടി ആ വാക്കുകളെ സദാ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മഹാനായ പുരുഷനെ, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയെ ആഘോഷിക്കുന്ന വേളയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മറ്റു പരിപാടികളുണ്ട്. മതമില്ലാത്ത ജീവൻ എന്ന കാറ്റഗറിയിൽ കൊടുക്കുന്ന സമ്മാനങ്ങളുടെ അവാർഡുകളുണ്ട്. അവയൊക്കെയും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും യുക്തിവാദി സംഘത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ. അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി